ഞാൻ ഡോക്ടർ ടിഷ. വെൽക്കം ടു 3-minute ഹോം ടിപ്സ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള രണ്ട് സംഭവങ്ങൾ വൈറ്റമിൻ ഡിയും കാൽഷ്യവും ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. വൈറ്റമിൻ ഡി എവിടെ നിന്നാ കിട്ടാന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളുമ്പോൾ മാത്രമേ നമുക്കത് കിട്ടൂ എന്നുള്ള കാര്യവും അറിയാം. പക്ഷെ ഇന്ന് ഈ ഒരു ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളുക, വെയിൽ കൊണ്ട് ടാൻ ഒക്കെ ആകും എന്ന് ആലോചിച്ചിട്ട് ആരും തന്നെ വെയിൽ കൊള്ളാറില്ല. സോ നമ്മുടെയൊക്കെ ബോഡിയിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നോർമൽ ആയിട്ട് കാണാറുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷന് വൈറ്റമിൻ ഡി മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പക്ഷേ നമ്മുടെ ബോഡിയിൽ നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ കാൽഷ്യം ഉണ്ടെങ്കിലും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഒരിക്കലും തന്നെ പ്രോപ്പറായിട്ട് ഇത് രണ്ടും നമ്മുടെ ബോഡിയിൽ കാണില്ല. സോ ആ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ ഈ കാൽഷ്യം അബ്സോർപ്ഷൻ മാത്രമല്ല, സ്ട്രെസ് റിലീഫിനും അതുപോലെ പോസിറ്റീവായിട്ട് നമുക്ക് ആ ഒരു എനർജറ്റിക് ആയിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡും ബോഡിയും വെക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമുക്ക് എങ്ങനെ വൈറ്റമിൻ ഡി ലഭിക്കും, എന്തൊക്കെ ഫുഡാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സോ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുഡ് വിത്ത് IU ആണ് നമ്മൾ പറയുന്നത്. ഓരോന്നായിട്ട് നോക്കാം. നമ്മുടെയൊക്കെ ബോഡിയിൽ ഒരു ദിവസം വേണ്ടത് 600 മുതൽ 800 IU ആണ് ഈ ഒരു വൈറ്റമിൻ ഡി നമുക്ക് വേണം എന്ന് പറയുന്നത്. സോ ഏകദേശം കുറച്ചൊക്കെ നമുക്ക് വെയിലൊക്കെ കൊള്ളും. ഭയങ്കരമായിട്ട് വെയിൽ കൊണ്ടുന്നില്ല എങ്കിലും ചെറിയ രീതിയിലൊക്കെ നമ്മൾ വെയിൽ കൊള്ളും അല്ലേ. സോ അത് അവിടെ നിൽക്കട്ടെ. ഇനി ആഹാരം നമുക്ക് നോക്കാം. മറ്റ് അസുഖങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എല്ലാ ദിവസവും ഒരു ഗ്ലാസ് പാലും ഒരു മുട്ടയും കഴിക്കാവുന്നതാണ്. മുട്ടയിൽ മഞ്ഞക്കരുവിലാണ് ഇത് അടങ്ങിയിട്ടുള്ളത്. ഈ ഒരു വൈറ്റമിൻ ഡി കാൽഷ്യം ഒക്കെ ആവശ്യമായിട്ടുള്ളത് അബ്സോർപ്ഷൻ ഒക്കെ അതിലാണ് ഉള്ളത്. സോ മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഇത് ധൈര്യമായിട്ട് എല്ലാ ദിവസവും കഴിക്കാം. കാര്യം 41 IU അതിൽ അടങ്ങിയിട്ടുണ്ട്. പനീർ നല്ലൊരു ഓപ്ഷനാണ്. മഷ്റൂമിൽ IU എത്രയാണെന്ന് വെച്ചാൽ 70 to 100 IU അടങ്ങിയിട്ടുണ്ട്. സോ ഒരു കപ്പ് മഷ്റൂം നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ പനീറും മഷ്റൂമായിട്ട് കഴിക്കാവുന്നതാണ്. ചീസിൽ 60 IU ആണ് അടങ്ങിയിട്ടുള്ളത്. സോ ചീസും നല്ലൊരു ഓപ്ഷനാണ്. കോഡ് ലിവർ ഓയിൽ നമുക്കറിയാം, മീൻ കഴിക്കാൻ ഒക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് കോഡ് ലിവർ ഓയിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാളമത്തി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കാവുന്നതാണ്. ബദാം, ഡേറ്റ്സ്, അതുപോലെ തന്നെ വാൾനട്ട് ഇവയൊക്കെ നിങ്ങൾക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു ഇത്രയും കാര്യമാണ് മെയിൻ ആയിട്ടുള്ളത്. മറ്റ് ഇതിലൊക്കെ ഉണ്ടെങ്കിലും പ്രധാനമായിട്ടും നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളത് മിൽക്ക് പ്രോഡക്ട്സ്, അതുപോലെ തന്നെ സോയ പറയാൻ വിട്ടുപോയി. സോയ ഉൽപ്പന്നങ്ങൾ, സോയ അതുപോലെ ഓട്സ് ഇവയും നിങ്ങൾക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. സോ ഇത് നിങ്ങൾ ഒരു 1 വീക്ക് ചാർട്ട് ആക്കാം. നമുക്ക് ടോട്ടൽ വേണ്ടത് 600 to 800 IU ആണ്. അപ്പോൾ ഇതിൽ നിന്നിട്ട് നിങ്ങൾക്ക് ചാർട്ടായിട്ട് ഓരോ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അല്ലെങ്കിൽ ഒരു വീക്ക് നിങ്ങൾ ചാർട്ടായിട്ട് ഇന്ന ഫുഡ് നിങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് ഈ വൈറ്റമിൻ ഡിയും കാൽഷ്യവും അബ്സോർപ്ഷന് വേണ്ടിയിട്ടുള്ള ആഹാര രീതി, പ്രധാനപ്പെട്ട ആഹാര രീതി എന്ന് പറയുന്നത്. സോ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, ഇത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ഒരുപാട് തന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. പ്രത്യേകിച്ച് ജോയിൻറ്റ് പെയിൻസ് ഒക്കെ ഉണ്ടാകും, വേദന, ഭയങ്കര ക്ഷീണമായിരിക്കും, മെൻ്റലി തന്നെ നമ്മൾ വീക്കായി പോകും. സോ ആ കാര്യം ശ്രദ്ധിക്കുക. കാരണം വൈറ്റമിൻ ഡി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ D3യുടെ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് നിങ്ങൾ കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം തന്നെ ആഹാരവും ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്